ഡോക്ടർ അരുൺ, ആ ടാങ്കറിന് പുറകിൽ ആളുകൾ ഓടി വരുന്ന രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും പുറകിലായി പോയ ആളുകളുണ്ട്. അത് ഒന്നും രണ്ടുമല്ല, നമുക്കിപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന രണ്ടാണ് എങ്കിലും ഈ ടാങ്കർ അടക്കം ഈ ഇത്ര ശക്തി ഇപ്പുറത്ത് ഇത്രയും കിലോമീറ്ററുകൾ ഇപ്പുറം വന്ന് നിൽക്കണമെങ്കിൽ അതിൽ പെട്ടുപോയ ആളുകൾ അതിന്റെ എണ്ണം ഭയക്കേണ്ടതുണ്ട്. അതിലൊരു ആശ്വാസകരമായ ഒരേ ഒരു കാര്യമുള്ളത്, ഇന്നലെ പണി ഇന്നിപ്പോ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. നോക്കൂ, അവിടെ ആ ടാങ്കർ ലോറിക്ക് തൊട്ടു മുന്നിൽ വീണ ഒരാൾ ആ ചെളിവെള്ളത്തോടു കൂടി തന്നെയാണ്, ആ ബൈക്കോട് കൂടി തന്നെയാണ് നിറങ്ങി വരുന്നത് കാണാം. ഇതിൽ തന്നെ ദൃശ്യങ്ങളിൽ, നമ്മൾ നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങളിലും ഈ ഓടുന്ന ഒരാൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങുന്നതായിട്ട്, തത്സമയം തന്നെ കുടുങ്ങുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഒരുപക്ഷെ മരിച്ചത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹമായിരിക്കാം. പക്ഷേ 7ഓളം പേരെ ഇപ്പോഴും കാണാനില്ല എന്ന് പറയുമ്പോൾ അവർ ഈ സ്ഥലത്ത് ഈ DBL എന്ന് പറയുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാരടക്കമുള്ളവര് സ്ഥലത്ത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അല്പം ആശങ്കയുള്ളൊരു കാര്യം, അവിടെ നിന്ന് ഓടിയവരിൽ പലരും ഈ മീനാക്ഷി പുഴയിലേക്ക് വീണിട്ടുണ്ട്. പുഴയിൽ വെള്ളമുണ്ടായിരുന്നു, പക്ഷേ അത്ര വലിയ ഒരു നീരൊഴുക്കല്ലെങ്കിൽ പോലും പക്ഷേ ഈ ചെളിവെള്ളവും മണ്ണും ഒക്കെ കൂടി ആ പുഴയിലേക്ക് കൂടി വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീണവർ എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ പുഴയിലേക്കും കുറച്ചുപേർ വീഴുന്നുണ്ട്, മണ്ണിനടിയിലും കുറച്ചുപേർ പെടുന്നുണ്ട്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ്. അത്രയും ശക്തിയോടുകൂടിയാണ് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നതും ഈ കോൺക്രീറ്റ് സ്ട്രക്ചറും അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണും. ഇത് രണ്ടുമുണ്ടെന്ന് തന്നെ നമ്മൾ പറയണം. അത് രണ്ടും. ജാബിർ ഷാ നമുക്കൊപ്പമുണ്ട്. ജാബിർ ഷായാണ് ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ജാബിർ ഷാ, ആ ദൃശ്യങ്ങളിൽ അതിന്റെ ഭീകരാവസ്ഥ വ്യക്തമാണ്. ഇത് ഏകദേശം എത്ര സമയത്താണ് CCTV റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ജാബിർ ഷാ? ജാബിർ ഷാ, കേൾക്കാമോ? ജാബിർ ഷാ ആണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ നൽകിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവും. ഈ ശബ്ദം കേട്ടാണ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ പുറത്തേക്ക് വരുന്നത്. ജാബിർ ഷാ, കേൾക്കാമോ എന്നെ? ഇത് ഏകദേശം എത്ര സമയമാണ് സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 11 മണി കഴിഞ്ഞ് അല്ലേ? 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലേ? 11 മണി കഴിഞ്ഞിട്ടാണ് ഇത് അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോട്ടൽ ജീവനക്കാർ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. ദൃശ്യത്തിൽ വ്യക്തമായിട്ട് കാണാം അത് വരുന്നത്. ജാബിർ ഷാ എവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? 24-ന്റെ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വരികയായിരുന്നു. അങ്ങനെ കോഴിക്കോട് നിന്നാണ് വൈഫ് എന്നെ വിളിച്ചത്, ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുകൊണ്ട്. അങ്ങനെ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ വരികയുണ്ടായത്. ആ സമയത്താണ് ഈ അപകടത്തിന്റെ വിവരം അറിയുന്നത് അല്ലേ? അതെ. തുടർച്ചയായിട്ട് 2-3 ദിവസമായിട്ട് നല്ല ശക്തമായ മഴയായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ മറ്റ് ജീവനക്കാരെന്താ പറഞ്ഞത്? ഈ ശബ്ദം കേട്ടു അവർ ഭയന്നു എന്നാണോ? അവർക്ക് കുറെ പേർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ കുറെ പേര് അതില് ഇൻവോൾവ് ആയതാണ് കാണുന്നത്. പിന്നെ ഇനിയും മിസ്സിംഗ് ഉണ്ട്, കുറച്ച് പേര് മിസ്സിംഗ് ഉണ്ട്. അത് എത്ര പേരാണ്, എന്താണ്, ഇനിയിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ എന്താണെന്ന് നമുക്ക് വ്യക്തത ഇല്ല. ഇനിയിപ്പോ ഇവിടെ റെസ്ക്യൂ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സാർ. പക്ഷെ ഇന്ന് അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു മഴ കാരണം. ഈ മഴ കാരണം പണി സെപ്റ്റംബർ വരെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ ഈ ഓഫീസ് സ്റ്റാഫേഴ്സ് ആണ് ഉണ്ടാവാറ് സാധാരണ. അവർ കണ്ടെയ്നറിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരാവാനാണ് സാധ്യത. അതല്ലാതെ സാധാരണ തൊഴിലാളികൾ അവിടെ വരാറില്ല. കാരണം അവർക്ക് അവധി കൊടുത്തതുകൊണ്ട് അവർ ഇവിടെ വരാൻ സാധ്യതയില്ല. അവിടെ ചെറിയ ടെന്റുകളും ഒക്കെ കാണുന്നുണ്ട്. അതിനുള്ളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? അത് അവരുടേതായിട്ടുള്ള ഓഫീസും മറ്റും അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ എത്ര പേരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടിയിട്ടില്ല. ഇത് ആ പരിസരത്ത് കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ടാർപോളിനൊക്കെ വെച്ച് മറച്ചിരിക്കുന്നു മണ്ണൊക്കെ. ആ മണ്ണ് കൂട്ടിയിട്ടിരുന്നതും ഈ അപകടത്തിന്റെ ഒരു കാരണമായിട്ടുണ്ടാവുമോ? അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പലപ്പോഴും ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് മാറ്റണം എന്നുള്ളത്. പക്ഷെ അത് റിമൂവ് ചെയ്തിട്ടില്ല. അതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആ മണ്ണ് ഒലിച്ചു വന്നതും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ മുകളിൽ നിന്നുള്ള ഒരു മലയുടെ ഒരു ഭാഗം കൂടി അടർന്നു വീണിരുന്നു അല്ലേ? ഇതിലല്ല, പക്ഷെ വെള്ളം ഓവർ പ്രഷർ ആയപ്പോൾ അവിടുന്ന് ഇങ്ങനെ നിരങ്ങി വന്നതാണ്. ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം നിരങ്ങി വന്നതാണ്. കോൺക്രീറ്റ് ചെയ്ത ഭാഗവും നിരങ്ങി വന്നു. അതിന് തൊട്ടുമുകളിലുള്ള മലയുടെ ഒരു ചെറിയ ഭാഗവും മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്തു അല്ലേ? മലയിലെ അവിടെ ഒന്നും പ്രശ്നങ്ങൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലഡ് അല്ല നടന്നിട്ടുള്ളത്. അവിടെ ഈ തുരങ്കപാത നിർമ്മിച്ചതിന്റെ ആ ഒരു കോൺക്രീറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്. അത് ഈ ഓവർ മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നിരങ്ങി വന്നത്. അത് പുഴയിലൂടെ വന്നതുകൊണ്ട് പുഴയിലുള്ള വെള്ളം കൂടി അങ്ങനെ യോജിച്ച് അങ്ങോട്ട് കൂടുതൽ മണ്ണ് ആയിട്ട് വന്നതാണ്. ഓക്കെ ജാബിർ, ഈ ദൃശ്യങ്ങളിൽ ഈ റോഡിൽ നിന്ന് കുറച്ചാളുകൾ പുഴയിലേക്ക് വീഴുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് കണ്ട സമയത്ത് അവരിങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ സമയത്ത് അവരെ പുറകിൽ നിന്ന് മണ്ണെടുത്തിട്ട് പോയതാണ്.
ഓക്കെ. ഈ മാറാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ സാർ. മനസ്സിലായി. ആ ലോറി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഈ കമ്പനിയുടെ ഈ ദിലീപ് ബിൽക്കോൺ എന്ന് പറയുന്ന DBL എന്ന് പറയുന്ന കമ്പനിയുടെ ലോറിയാണ്. കമ്പനിയുടെ ലോറിയാണ്. പിന്നെ അവിടെ ഒരു ബസ്സുണ്ട്, ഇവരെ ഈ ഓഫീസേഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സുണ്ട്. ബസ് അടിയിൽ വിട്ടിട്ടുണ്ട്. ആ ലോറിയാണ് ആ വെള്ളത്തിലൂടെ അങ്ങോട്ട് വരുന്നത്. ആ ലോറി ആ പാലത്തിലൂടെ റോഡിലൂടെ ഇത്രയും ദൂരം ഏകദേശം 10-40 മീറ്റർ ദൂരം നിരങ്ങി വന്നിട്ടുണ്ട് അല്ലേ? അത് വന്ന് ഹോട്ടലിന്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ അവിടെ തടഞ്ഞു നിർത്തിയെന്ന്. അതിൽ രണ്ടുപേര് ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട രണ്ടുപേരുണ്ടാവുകയാണ്. അതിൽ ഈ ലോറിയുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഡ്രൈവറിന്റെ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നവിടെ പണിയില്ലാത്തത് കൊണ്ട് അവരവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല അങ്ങോട്ട് പോയാലോ അവിടെ റോഡിൽ ചളി ക്ലിയർ ചെയ്യുന്ന ഒരു വർക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോറി ഇങ്ങോട്ട് ചളി വന്നതുകൂടി ലോറി പുറകോട്ട് വന്നതാണ്. ഇപ്പൊ ഈ മീനാക്ഷി പാലത്തിലൂടെ വണ്ടി കടന്നു പോവില്ലല്ലോ പൂർണ്ണമായിട്ടും. മീനാക്ഷി പാലം പൂർണ്ണമായും ബ്ലോക്കാണ്. ചൂരൽമലയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഏക സോഴ്സ് ആണ്. പക്ഷെ അവിടെ ഇപ്പൊ നിലവിൽ അവിടെ ബ്ലോക്കാണ്. അവിടെ റെസ്ക്യൂ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ചൂരൽമലയും മേപ്പാടിയും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിച്ഛേദിക്കപ്പെട്ടു അല്ലേ? അതുവഴി അങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂല. ചൂരൽമലയിലേക്കും അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇവിടെ ഇനി മണ്ണും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം, പാലെല്ലാം ക്ലിയർ ആക്കണം. ഓക്കെ. ഇപ്പൊ അന്തരീക്ഷം അല്പം തെളിഞ്ഞിട്ടുണ്ടല്ലേ? മഴയില്ല, നിലവിൽ മഴയില്ല. ഓക്കെ. താങ്ക് യു. ജാബിഷയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ നൽകിയത്. ജാബിഷ നൽകിയ ആ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ വ്യക്തമാണ്. മുകളിൽ നിന്നുള്ളൊരു ഭാഗം, അതേപോലെ ഈ കോൺക്രീറ്റിന്റെ കിട്ടിയിരുന്ന ഷോർട്ട് കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടായിരുന്ന ഒരു ഭാഗം, അതിന് തൊട്ടു താഴെ മണ്ണ് കൂട്ടിയിട്ടിരുന്ന ഭാഗം, ഇതെല്ലാം കൂടിയാണ് ഒരുമിച്ച് ശക്തമായ അടർന്നു വീണപ്പോൾ ആ സമ്മർദ്ദത്താൽ താഴേക്ക് വന്നത്. അത് നേരെ ഈ മേപ്പാടി ചൂരൽമല പാതയിലേക്ക് പതിക്കുകയായിരുന്നു. അവിടെ മീനാക്ഷി പാലത്തിന് സമീപത്തുണ്ടായിരുന്ന ആളുകൾ, ഈ റിവ്യൂ ചെയ്യാനായിട്ട് എത്തിയിരുന്ന ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ ഈ മണ്ണിടിഞ്ഞു വീഴുന്നത് കണ്ട് വാഹനങ്ങൾ പുറകോട്ടെടുക്കുന്നത് കാണാം. നിർത്തിയിട്ടിരുന്ന വാഹനമടക്കം എത്രയോ ദൂരം നോക്കൂ. ആ ടാങ്കർ ലോറി അടക്കം ഇത്രയും ദൂരം വരണമെങ്കിൽ അത്രയും ശക്തമായിട്ടാണ് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 225 മില്ലിമീറ്ററാണ് മഴ അവിടെ പെയ്തത്. ആ മഴയുടെ ആഘാതം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രേക്ഷകരോട് കാണിച്ചു തന്നത് ഈ ദേശീയപാതയിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്യുമ്പോൾ കാണുന്ന കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഈ ഷോർട്ട് കോൺക്രീറ്റ് സ്ട്രക്ചർ പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നു. ഈ സോയിൽ നെയിലിംഗ് എന്നുള്ളത് കൃത്യമായി ചെയ്യാതിരിക്കുന്നത് അപകടത്തിന് കാരണമാകുന്നു എന്നുള്ളത് ദേശീയപാതയുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നതാണ്. സമാനമായ ഒരു സംവിധാനമാണ് ടണൽ വന്ന് തുറക്കുന്ന ഈ കള്ളാടിയിൽ, ഇവിടെ ഈ മേപ്പാടിയുടെ ഈ ഭാഗത്ത്, ഈ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള പ്രദേശത്തും സ്ട്രക്ചർ വെച്ചത്. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന മണ്ണിന്റെ ഒരു ഘടന അനുസരിച്ചാണ് സാധാരണ ഇവർ ഇത്തരത്തിലുള്ള സോയിൽ പിന്നിംഗ് ഒക്കെ ചെയ്യുന്നത്. അത് പക്ഷേ അപകടകരമാം വിധം ഇത് ഒരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രേക്ഷകർക്ക് കാണാം ആ അപകടമുണ്ടാവുന്നത് കൃത്യം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ഇന്ന് രാവിലെ 11:15 അപകടമുണ്ടാവുന്നു. അപകടമുണ്ടായ ആ സമയത്ത് മുകളിൽ നിന്ന് വെള്ളം ശക്തമായിട്ട്, മണ്ണും ചെളിയും വെള്ളവും കല്ലും എല്ലാം കൂടി ഈ വാഹനങ്ങളെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നതും കാണാം. ഒരു ലോറിയുടെ ടാങ്കർ തന്നെ ഏകദേശം 40 മീറ്ററോളം ഇങ്ങനെ നിരക്കിക്കൊണ്ട് വരണമെങ്കിൽ എത്രത്തോളം ശക്തി ഉണ്ടായിരിക്കും മണ്ണിന് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അതവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണുകൂടിയാണ് ഈ അപകടത്തിന് ഇത്രയും വലിയ ആഘാതം ഉണ്ടാക്കിയത്. അപകടത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ ആ കൂട്ടിയിട്ടിരുന്ന മണ്ണല്ല എങ്കിൽ കൂടി ആ അപകടത്തിന്റെ ഒരു കാരണം ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 20-ാം തീയതി തന്നെ കൂട്ടിയിട്ടിരുന്ന മണ്ണുകൾ നീക്കം ചെയ്യാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ DBL എന്ന കമ്പനിയോട്, ദിലീപ് ബിൽക്കോൺ ലിമിറ്റഡ് എന്ന കമ്പനിയോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഇന്നിപ്പോ തീയതി 7-ാം തീയതിയാണ്. 7-ാം തീയതിയായിട്ടും ആ മണ്ണ് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ആ മണ്ണുകൂടിയാണ്, ചെളിയും മണ്ണും ഈ അപകടത്തിലേക്ക് കലാശിച്ചതും. ഈ മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു താഴ്ന്നപ്പോൾ ഈ റോഡിലേക്ക് ആ മണ്ണുകൂടിയാണ് വന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.